അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ ഫഖലഖതു ഖലായിക കുല്ലഹാ, ഈ പ്രപഞ്ചത്തിൽ എന്നെ അറിയാനുള്ള തീരുമാനത്തിന്റെ ഉപോത്ബലകമായി ഞാൻ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കാനുള്ള കാരണമതാ. ആകാശത്തെ സൃഷ്ടിക്കാനും ഭൂമിയെ സൃഷ്ടിക്കാനും ജിന്നിനെ സൃഷ്ടിക്കാനും മനുഷ്യനെ സൃഷ്ടിക്കാനും ലോകത്തുള്ള സർവ്വലോക കോടാനുകോടി ജീവജാലങ്ങള് അതിലേറ്റവും ഉത്തമനായി വലക്കത് കറംനാ ബനീ ആദം, അതിലേറ്റവും മഹാനായി ആദമിന്റെ മക്കളെ ഞാൻ സൃഷ്ടിച്ചതും എന്നെ അറിയാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവേ അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഉടമസ്ഥനെ, മദീനയുടെ പുൽക്കൊടികൾ പോലും വലിഞ്ഞു പോകുമ്പോ മദീന മുനവ്വറയുടെ താഴ്വാരത്തേക്ക് കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നാൽക്കാലികൾ വിശന്ന് കരയുകയാണ്, വയലേലകൾ വറ്റി ഉരണ്ടു പോവുകയാണ്, ഞങ്ങൾക്കും മഴ വേണം തിരുദൂതരെ എന്ന് മദീനത്തിന്റെ സ്വാർത്ഥവാക സംഘം പറയുമ്പോ ആകാശത്തേക്ക് നിസാരത്തിന്റെ വിരൽ ഉയർത്തിയിട്ട് അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ചോദിച്ചാലും തളരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, ഈ ജനതക്കും മഴ വർഷിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഏത് റിസാലത്തിന്റെ ഭൂങ്കരങ്ങളാണോ, ഏത് റിസാലത്തിന്റെ നാവുകളാണോ കരത്തിന്റെ പുറകെ നാവിന്റെ റിസാലത്തിന്റെ നാവ് കൊണ്ട് മദീനയിൽ മഴ തിമിർപ്പിച്ച് വെയ്യവനെ തമ്പുരാനെ, അവസാനം മദീനയുടെ മലയോരങ്ങൾ മഴവെള്ളത്തിൽ തിമിർത്ത് കളിക്കുമ്പോ മദീനബിയെ യാ റസൂലല്ലാഹ്, അതേ മദീനത്തെ കോടി വന്ന് മദീനബിയെ ഞങ്ങൾക്ക് മഴ മതി, ഇത് നിർത്താൻ പറയത്തിരുദൂതരെ എന്ന് പറയുമ്പോ അതേ റിസാലത്തിന്റെ വിരലുകൾ ആകാശത്തിന്റെ കാർമേഘത്തിന്റെ നേരെ പറയുമ്പോ അല്ലാഹുവേ മതി അല്ലാഹുവേ, നിന്റെ ഖജനാവിന്റെ നിർബാധമായ അനുസ്യൂതമായ പ്രവാഹം ഞങ്ങളുടെ വയറ് നിറച്ചു തമ്പുരാനെ, ഞങ്ങളുടെ വയലേലകൾ പുഷ്പിതമായി, ഞങ്ങളുടെ നാൽക്കാലികളുടെ വയറ് നിറഞ്ഞു അല്ലാഹുവേ. മദീ തമ്പുരാനെ എന്ന് പറയുമ്പോ ആവശ്യാനുസരണം മഴ നൽകിയിട്ട് അത് മദീനത്തിന്റെ മണ്ണിലിരുന്ന് മതി എന്ന് തീരുമാനിച്ച ലോകത്തിന്റെ ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, അല്ലാഹുവേ, നിന്നെ അടിമകൾ ഞങ്ങൾ, നിന്നെ കുറിച്ച് പറയാൻ വന്നവർ, നിന്നെ കുറിച്ച് കേൾക്കാൻ വന്നവർ, നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ വന്നവർ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ മഴ നിന്റെ അനുഗ്രഹമാണ്, ഈ മഴ നിന്റെ ആദാബുമാണ്. ഒരു സമൂഹത്തെ നീ തകർത്തെറിഞ്ഞത് ഈ മഴ കൊണ്ടാണ് അല്ലാഹുവേ. ഇന്നും ജമ്മു കാശ്മീരിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ജനങ്ങൾ ഈ മഴവെള്ളപ്പാച്ചിലിൽ ഹതാശരായി, ഭക്ഷണമില്ല, വെള്ളമില്ല. ഈ ജമ്മു കാശ്മീരിലെ ഗംഗാ നദീതടമടക്കമുള്ളവ ഏതാണ്ട് 1000 അടിയോളം മഴവെള്ളപ്പാച്ചിൽ വരുമ്പോഴും ഇന്ന് രാവിലെ പത്രത്തിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, വെള്ളം കുടിക്കാനില്ലാതെ കാശ്മീരിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണത്രേ. എന്താണ് കേൾക്കുന്നത്? ഇതാണ് അല്ലാഹുവിനെ അറിയുക. കാശ്മീര് മുഴുവനും വെള്ളത്തിൽ മുങ്ങുമ്പോഴും വൈദ്യുതി നഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകളിൽ കുന്നുകളുടെ മുകളിൽ ഓടിയെത്തിയവർ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലത്രേ. പണ്ട് CH പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ. സീതി ഹാജിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു സായിപ്പിന്റെ ഇംഗ്ലീഷ് പ്രസംഗം ട്രാൻസ്ലേഷൻ ചെയ്തതാണ്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ. എല്ലായിടത്തും വെള്ളമാണ് സഹോദരങ്ങളെ. ഇതാണ് പടച്ച തമ്പുരാന്. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ. അല്ലാഹു പറയാണ്, മനുഷ്യ ആകാശത്തേക്ക് നോക്കടാ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നതാരാണ്? അഫറഅയ്തും മാ തഹ്റുസൂൻ, ആകാശത്ത് നിന്ന് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. വിശക്കുമ്പോൾ, ദാഹപരവശരാകുമ്പോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തുള്ളി നിങ്ങൾക്ക് തന്നതാരാണ്? അല്ലാഹുവിനെ അറിയുക എന്ന വിഷയം പറയുമ്പോ പെയ്തൊടിഞ്ഞു പോയൊരു ചെറിയ മഴത്തുള്ളിയുടെ മുകളിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ എന്റെ വിഷയത്തെ കൊണ്ടുപോവുകയാണ്. മഴത്തുള്ളി കാണുമ്പോൾ പടച്ചറപ്പിനെ ഓർക്കുക. അല്ലാഹു ചോദിക്കുകയാണ്, നിനക്ക് കുടിവെള്ളം തരുന്നതാരടാ? നീ വിളിക്കുന്ന പ്രാർത്ഥനാ ദൈവങ്ങളോ, നിന്റെ മനുഷ്യാവതാരങ്ങളോ, നിന്റെ ഏതെങ്കിലും അവതാരങ്ങളല്ല. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴത്തുള്ളികളെ നിർണയിക്കുന്നത് ഞാനാ.
അല്ലാഹു ചോദിക്കുകയാണ് ലൗ നശാഉ ലജഅൽനാഹു ജാജാ, ഞാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കാർമേഘങ്ങളെ ഞാൻ പിടിച്ചു നിർത്തുമായിരുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നീ ദാഹപരവശനായി നടന്നു പോകുമായിരുന്നു. വെള്ളം എന്റെ അനുഗ്രഹമാണ്, മഴത്തുള്ളികൾ എന്റെ അനുഗ്രഹമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരു കഥ പറയുന്നുണ്ട്. സഖറഹ അലൈഹിം സബഅ ലയാലിൻ വ സമാനിയത അയ്യാം. അല്ലാഹു പറയുകയാണ് 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന ഒരു പേമാരി തിമിർത്ത് പെയ്തപ്പോ ജമ്മു കാശ്മീരിൽ 3 ദിവസമായി മഴ പെയ്തൊടിഞ്ഞപ്പോ കേന്ദ്രസേനയ്ക്ക് പോലും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലത്രേ. സഹായിക്കാൻ പോയ കേന്ദ്രസേനയെ ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങൾ ആക്രമിച്ചുവത്രേ, അവരെ പിടിച്ചു നിർത്തിയത്രേ. അല്ലാഹു പറയുകയാണ് 3 ദിവസത്തെ പ്രളയം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീർ ഒറ്റപ്പെട്ടു പോകുമ്പോ അല്ലാഹു പറയുകയാണ് 7 പകലും 8 രാത്രിയും നീണ്ടു നിന്ന ഒരു പേമാരി. ആ പേമാരി പെയ്തപ്പോഴാണ്, ആ മഴ പെയ്തപ്പോഴാണ് കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇബാദില്ലതി ലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത, അടിവരയിട്ട് പഠിക്കുക, ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്രയും ബൃഹത്തായ കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുണ്ടായിരുന്ന മനുഷ്യരെ ആ മഴ കൊണ്ടാണ് ഞാൻ തകർത്തെറിഞ്ഞത്. ആ മഴയാണ് തകർത്തെറിഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയുകയാ, ഞാൻ ഈ പറയുന്നത് ഖുർആൻ മാത്രം. വേറൊരു ഭാഗത്ത് ഒരു സമൂഹത്തെ തകർത്തെറിഞ്ഞ കഥ പറഞ്ഞിട്ട് നിന്നേക്കാൾ വലിയ നെഞ്ചൂക്കുള്ള, നിന്നേക്കാൾ കരുത്തുള്ള, നിന്നേക്കാൾ വലിയവരായ ഒരു ജനതയെ തെമ്മാടിത്തരം കാണിച്ചപ്പം മഴ കൊണ്ട് നശിപ്പിച്ചവനാ ഞാൻ. അതുകൊണ്ട് വഖുലിൽ ഹംദുലില്ലാഹ്, ഖുർആൻ അറിയുമെങ്കിൽ ഓതുക. അല്ലാഹു പറയുകയാണ് വഅംതർനാ അലൈഹിം മതറാ, അവർക്ക് ഞാൻ മഴ പെയ്തപ്പോ ആ മഴ കൊണ്ട് ഞാൻ അവരെ തകർത്തെറിഞ്ഞപ്പോ മഴ പെയ്യുന്നത് കണ്ടാൽ നിങ്ങളെല്ലാം അൽഹംദുലില്ലാ എന്ന് പറയണേ. ഏത് സമയത്തും മഴ പെയ്താലും പോരയുടെ മുസ്ലിം ജമാഅത്തിന്റെ സംഘാടക സമിതിക്കുണ്ടാവാം, റബ്ബേ ഈ സമയത്തും മഴ പെയ്തു പോയല്ലോ, രണ്ടാമത് മാറ്റിവെച്ച പരിപാടിയാ, നഊദു ബില്ലാഹ് തോന്നുന്നുണ്ടാവും. ഞാൻ പറയുന്നു മഴ പെയ്യുന്നത് കണ്ടാൽ ആ സമയത്ത് നിങ്ങൾ പറയേണ്ടതെന്താ? ഞാനല്ല, അല്ലാഹു പറയുകയാ വഖുലിൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്തുകൊണ്ടാ പറയേണ്ടത്? ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും താഴെയുള്ള മേഘം 10,000 കിലോമീറ്റർ മുകളിലാണ് നിൽക്കുക. ഏറ്റവും താഴ്ഭാഗത്തുള്ള മേഘം 10,000 കിലോമീറ്റർ മുകളിലാണ്. അവിടെ നിന്നൊരു മഴത്തുള്ളി താഴോട്ട് വരുമ്പോ 1 മണിക്കൂറിൽ 900 കിലോമീറ്റർ സ്പീഡിലാ ഒരു മഴത്തുള്ളി വരിക. ആ മഴത്തുള്ളി അതേ വരുന്ന സ്പീഡിലെങ്ങാനും നമ്മുടെ തലയിലെങ്ങാനും വന്നു പതിച്ചാ പൊന്നുമോനെ നിന്റെ തലച്ചോറ് ചിതറിപ്പോകുന്ന വേഗതയാ. അത്രയും വേഗതയിൽ അല്ലാഹു വിടുന്ന ഈ മഴത്തുള്ളി മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ 1 മണിക്കൂറിൽ 900 കിലോമീറ്റർ എന്ന സ്പീഡ് 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ ആയി കുറയുകയാണ്. ആ സ്പീഡ് കുറഞ്ഞ മഴത്തുള്ളിയാണ് നമ്മുടെ തലയിലെത്തുക. അപ്പൊ ആദ്യഗോത്രം തകർന്നതെങ്ങനെയാ? അവന്റെ മുകളിലെത്തിയപ്പോ 1 കിലോമീറ്റർ മുകളിലെത്തിയപ്പോ അല്ലാഹു മഴത്തുള്ളിയുടെ വേഗത കുറച്ചില്ല. അതേ വേഗതയിൽ വന്ന മഴത്തുള്ളി തലയിൽ ചെറിച്ച് തലച്ചോറ് ചിതറിത്തെറിച്ചു മരിച്ചപ്പോ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആ സംവിധാനം ഒരുക്കി തന്ന് ആ മഴത്തുള്ളി 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ വേഗത കുറച്ച് തന്ന എന്നെ വഖുലിൽ ഹംദുലില്ലാഹ്, നിങ്ങൾ സർവസ്തുതിയും എനിക്കാണെന്ന് പറഞ്ഞോ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത് പോരയിടത്തെ പള്ളി മദ്രസയിൽ ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മൾ ചെന്നിരിക്കുമ്പോ ആദ്യമായി പലകബെഞ്ചിലിരിക്കുമ്പോ ഉസ്താദ് പറയാറുണ്ട്, ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇസ്ലാം കാര്യം പഠിപ്പിക്കുമ്പോ അന്ന് നമ്മൾ ആദ്യമായിട്ട് കേട്ടതാണ് തൂമിന ബില്ലാഹ്,
അള്ളാഹുവിലുള്ള വിശ്വാസമാ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാ. എന്താ പടച്ചറപ്പിലുള്ള വിശ്വാസം? എന്താ പൊന്നുമോനെ? പടച്ചറപ്പിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആകാശത്ത് തിമിർത്തു പെയ്യുന്ന മഴത്തുള്ളികളുടെ പുറകിൽ പോലും എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ സർവവ്യാപിയായ എന്റെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. അള്ളാഹു പറയാണ്, എന്നെ എല്ലാവരും അറിയണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ജീവജാലങ്ങളെ ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു പറയും ആ ജിന്നുകളിൽ പ്രധാനപ്പെട്ട ഭാഗം അവരും അള്ളാഹുവിനെ കൃത്യമായിട്ട് അറിഞ്ഞവരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കവേ സൂറത്തുർ റഹ്മാനാണ് പഠിപ്പിക്കുന്നത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമൽ ബയാൻ. വിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ ഓരോ ആയത്തുകൾ എത്തിയപ്പോഴും അള്ളാഹുവിന്റെ റസൂലോടാൻ തുടങ്ങി, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ മറദൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കവേ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബ ഇത്രയേറെ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ആയത്തുകൾ ഓതിയിട്ട് എന്തേ നിങ്ങൾ സുജൂദ് ചെയ്യുന്നില്ല? ഞാൻ ഈ ഓതുന്ന ഖുർആൻ കേട്ടുകൊണ്ട് നിങ്ങളെ പോലെ തന്നെ ജിന്നുകളുമുണ്ട്. ആ ജിന്നുകളെല്ലാം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. നിങ്ങൾ മാത്രം എന്തേ സുജൂദ് ചെയ്യില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എത്ര പതിനായിരക്കണക്കിന് ജിന്നുകളാണ് വന്നത്. ഇന്നും ഹജ്ജിന് വേണ്ടി പോകുമ്പോ മക്കയുടെ മറുഭാഗത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് തന്നെ മസ്ജിദുൽ ജിന്ന് എന്നാണ്. ആ പള്ളിയുടെ പേര് തന്നെ ജിന്നിന്റെ പള്ളി. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലും ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ഹബീബായ നബിയുടെ ഖുർആൻ കേൾക്കാൻ ആ ഖുർആൻ കേട്ടിട്ട് പൊട്ടിക്കരയാണ്. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പൊട്ടിക്കരയാൻ എത്രയോ ജിന്നുകളാണ് വന്നത്. മലക്കുകൾക്ക് പോലെ ജിന്നുകൾക്ക് പോലെ ഈ പറവകളെ പോലെ എല്ലാം അല്ലാഹുവിനെ സ്തുതിക്കുമ്പോ എല്ലാം പടച്ചറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, എല്ലാം അറിയുന്ന മനുഷ്യ, ഞാൻ പടച്ച മനുഷ്യ, ഞാൻ ബഹുമാനിച്ച മനുഷ്യ, എല്ലാം തന്ന മനുഷ്യ, നീ മാത്രം എന്തേ പടച്ചറപ്പിനെ തിരിച്ചറിയുന്നില്ല? അല്ലാഹു പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാ. ഇബാദത്തല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. അല്ലാഹുവിനെ അറിയലല്ലാതെ ലക്ഷ്യമില്ല. അല്ലാഹു പറയുകയാണ്, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഒരു വാപ്പ കട്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത് എന്തിനാ? രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം പോരേടം ചന്തയിൽ വന്നിട്ട് മീൻ വെക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി, ആ പാവപ്പെട്ടവൻ മീൻ വെക്കുന്നത് എന്തിനു വേണ്ടിയാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിക്കലോ പോരേടത്തുള്ള ക്ലസ്റ്ററിൽ പോയി പാറക്കല്ലുകളോട് കെട്ടിമുട്ടുന്ന പ്രിയപ്പെട്ട പിതാവ് മക്കളെ വളർത്തുന്നത് എന്തിനാ? വാർദ്ധക്യകാലത്ത് താനൊന്ന് കിടക്കുമ്പോ തന്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു കൊടുക്കാം, നാളെ തന്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു കൊടുക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വാപ്പ മക്കളെ പോലും വളർത്തുന്നതെങ്കിൽ അള്ളാഹു പറയുക, നിനക്ക് ഭക്ഷണം തരുന്ന, നിനക്ക് ആയുസ് തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് സൗന്ദര്യം തന്ന, നിനക്ക് കൈ തന്ന, നിനക്ക് കാലു തന്ന, നിനക്ക് മസ്തിഷ്കം തന്ന, നിനക്ക് ബുദ്ധി തന്ന, നിനക്ക് കച്ചവടം തന്ന, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തന്ന ഞാൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ.
ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പിടി ഭക്ഷണം പോലും നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല മനുഷ്യ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇബാദത്ത് മാത്രമാ, എന്നെ അറിഞ്ഞ് ജീവിക്കൽ മാത്രമാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ വിഷയത്തിന്റെ ഭാഗമായി അള്ളാഹുവിനെ അറിയുക, പടച്ചറപ്പിനെ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാരാ? അവൻ നമ്മളോട് ചോദിച്ചതെന്താ? അവൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടതെന്താ? അവനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാ? അള്ളാഹു നമുക്കത് അറിയാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഭാഗം, നമ്മുടെ എല്ലാവരെയും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഈമാൻ കാര്യം പറയുമ്പോ അള്ളാഹിനെ കുറിച്ച് അറിയാൻ നമ്മൾ പറയുക അൻതുഉമിന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക, അവസാനം വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. നന്മയാകട്ടെ തിന്മയാകട്ടെ അത് മുഴുവനും അള്ളാഹുവാണ് എനിക്ക് ജീവിതത്തിൽ നിശ്ചയിച്ചത് എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. എല്ലാവരും പഠിക്കുന്ന ഒരു പാഠവാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മ, നമുക്കുണ്ടാകുന്ന ക്ഷേമം, നമുക്കുണ്ടാകുന്ന ക്ഷാമം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ രോഗം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ സങ്കടം, നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖം, നമ്മുടെ ദുഃഖം, ഇതെല്ലാം എനിക്ക് സുഖം തന്നതും എന്റെ റബ്ബ എനിക്ക് ദുഃഖം തന്നതും. ഞാൻ പറയുന്ന വിഷയം നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വേറൊരു വിഷയം ഞാൻ പറയാം, എന്റെ വിഷയത്തിലേക്ക് കടക്കാൻ. ഞാൻ ഇന്ന് പറയുന്ന വിഷയം നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന്, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ, സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ മനസ്സിന്റെ ഒരു സമാധാനം. അല്ലാഹുവേ, നീ അറിയാതെ ഒരു കരിയില പോലും എന്റെ ജീവിതത്തിൽ എന്റെ തലയിൽ വന്ന് വീഴില്ല. ഈ കാണുന്ന റബ്ബർ മരത്തിൽ നിന്ന്, ഈ കാണുന്ന പ്ലാവിൽ നിന്ന് ഒരു ഇല താഴോട്ട് വീണാൽ പോലും അതറിയുന്നതാരാ? പറ, ഉറക്കെ പറ. അല്ലാഹുവാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ എന്നും അസ്വസ്ഥതയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും, ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രയാസം വന്നാലും, സന്തോഷം വന്നാലും, സങ്കടം വന്നാലും, അതാരിലേക്കാ? ആരിലേക്കാ? ഇതാണ് അള്ളാഹനെ അറിയുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. ഇത് ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഒരു സൂറത്ത് നമ്മൾ 2 മണിക്കൂർ കേട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തെങ്കിലും പഠിക്കണം. ഞാൻ പറയുന്ന ഖുർആൻ മാത്രമാണ്, വേറെ ഒരു വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖവും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും, ഒരു കയറ്റവും ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം ഭയങ്കര സന്തോഷം, അവസാനം ഞാൻ ഖുർആൻ ഒരു കഥ പറയാം. ഖുർആൻ ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ: രാവിലെ ഒരു വീട്. ഖുർആന്റെ കാരിയോഗ്രഫി എങ്ങനെ? ആ വീട്ടിൽ രാവിലെ എല്ലാവരും ഉറക്കമുണർന്നു. വാപ്പയും ഉണർന്നു, ഉമ്മയും ഉണർന്നു, മക്കളും രാവിലെ എഴുന്നേറ്റു. എഴുന്നേറ്റ ഉടനെ വാപ്പയുടെ അടുക്കലേക്ക് വാപ്പയുടെ പ്രിയപ്പെട്ട മകൻ ഓടി വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ഓടി വന്നിട്ട് പറഞ്ഞു, വാപ്പ, ഖുർആനാണ്, ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് മോനെ സ്വപ്നം? ഇന്നി റഅയ്തു അഹദ അശറ കൗകബ. വാപ്പ, ഞാൻ ഈ പറയുന്ന വിഷയം സൂറത്ത് യൂസുഫാണ്. ഒരു കുടുംബ ജീവിതത്തിൽ, ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടപെടൽ എന്താണെന്ന്. യൗക്കൂബ് നബിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ കുടുംബത്തെ വെക്കണം. യൗക്കൂബ് നബിയുടെ കുടുംബത്തിൽ അള്ളാഹുമായിട്ടൊരു ബന്ധത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. പറയണം, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പൊ യൗക്കൂബ് നബിയുടെ കുടുംബത്തിൽ ഇതിനകത്ത് വാപ്പയുണ്ടെങ്കിൽ യൗക്കൂബ് നബിയുടെ സ്ഥാനത്ത് നിങ്ങളാവണം വാപ്പ. മക്കളുണ്ടെങ്കിൽ അത് യൂസുഫ് നബിയുടെ സ്ഥാനത്താവണം.
ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയോടാണ് പ്രിയപ്പെട്ട മകൻ സുന്ദരനായ യൂസുഫ് പറയുന്നത്, വാപ്പാ ഇന്നി റഅയ്തു അഹദ അശറ കൗകബ, ഇന്നലെ രാത്രിയിൽ 11 നക്ഷത്രങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കണ്ടു. വാപ്പാ റഅയ്തുഹും ലിസാജിദീൻ, അവ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ വളർത്തുന്ന നമ്മുടെ മകൻ രാവിലെ വന്നിട്ട് ഉപ്പ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഉമ്മ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം നല്ല സ്വപ്നമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം. അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ ഉറക്കെ. അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് ദുഃഖിക്കുന്ന ഒരവസ്ഥയും അള്ളാഹു നമ്മളിൽ ആർക്കും വരുത്താതിരിക്കട്ടെ. ആ വാപ്പയുടെ മനസ്സിന്റെ സന്തോഷം എത്രയാ. എന്റെ മോൻ അവന്റെ മുമ്പിൽ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യാം. വാപ്പ മോനോട് പറഞ്ഞു, മോനെ ലാ തഖ്സസ് റുഇയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദ. സൂറത്ത് യൂസുഫ്. മോനെ, നീ ഈ കണ്ട സ്വപ്നത്തിന്റെ കാര്യം നിന്റെ സഹോദരങ്ങളോട് പറയണ്ട, അവർക്ക് ചിലപ്പോ നിന്നോട് വൈരാഗ്യം തോന്നിയേക്കാം. പശ്ചാത്തലം വീണു. ആ വാപ്പ് ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ മോൻ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷ കാലഘട്ടം. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഉറക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ വിഷയം കടന്നു പോവുക. ആ സമയത്ത് വാപ്പ പറഞ്ഞു, മോനെ നിന്റെ സഹോദരങ്ങളോട് ഈ വിഷയം നീ പറയാൻ പാടില്ല. കുറെ കഴിഞ്ഞു സഹോദരങ്ങൾ എങ്ങനെ പറഞ്ഞു. ആ വാപ്പയെയും മോനെയും നിങ്ങൾ പഠിക്കണം. ഈ ചരിത്രത്തിൽ നേരെ പഠിക്കാനായിട്ട് നാളെ നമുക്ക് ഇത് ബാക്കി പറയാം. ആ സമയത്ത് അവർ രണ്ടുപേരും, ആ വാപ്പയും ആ മകനും, അവര് തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധമേരാ ഇസ്ലാമിന്റെ പാതയിലൂടെ യാക്കൂബ് നബി തന്റെ മകനായ യൂസുഫിനെ വളർത്തിയിട്ടുണ്ട്. ചെറുപ്പകാലത്തിൽ തന്നെ തന്റെ വീടിന്റെ ഉള്ളിൽ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പാ. അത് നമുക്ക് പിന്നീട് ഒരു സംഭവം വരുമ്പോ ഞാൻ പറയാം. അവസാനം സഹോദരങ്ങളെ വിവരമറിഞ്ഞു. എല്ലാവർക്കും അറിയാം. ഞാൻ പൂർണ്ണമായ ചരിത്രത്തിലോട്ട് കിടക്കുന്നില്ല. അവരെയും വിളിച്ചുകൊണ്ട് യൂസുഫിനെ വിളിച്ചുകൊണ്ട് കാട്ടിൽ പോയി. അവിടെ പോയി യൂസുഫിനെ അവരെടുത്ത് കിണറ്റിലിടാൻ തീരുമാനിച്ചു. അല്ലെ? അങ്ങനല്ലേ കഥ? അല്ലാഹു പറയുകയാണ്, പൊന്നുമകനെ വഹമലൂഹു വൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്. അല്ലാഹു പറയുകയാ, സന്തോഷത്തിന്റെ എല്ലാവിധ കാലഘട്ടത്തിലൂടെ യാക്കൂബ് നബി നടന്ന് അവസാനം തന്നെ മകന് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഭാവിയൊത്തിട്ട് ആ ഉപ്പ സന്തോഷത്തോടെ ഇരിക്കുമ്പോ, അല്ലാഹുവേ എന്റെ പൊന്നുമോ വളർന്നു വരുമ്പോ നാളെ ഒരു വലിയ സാഹചര്യവും പ്രശസ്തിയും തന്നെ തേടിയെത്തുമെന്ന് യാക്കൂബ് നബിക്കറിയാം. ആ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാ സഹോദരങ്ങൾ വന്നിട്ട് ബഹുമാനപ്പെട്ട യൂസുഫെ വിളിച്ചുകൊണ്ട് നായാട്ടിന് പോകുന്നത്. പാതിരാ സമയത്ത് വനാന്തരത്തിന്റെ നടുവിലൂടെ കൊണ്ടുപോവുകയാ. ആ സമയത്ത് സഹോദരങ്ങൾ പറഞ്ഞു, ഈ യൂസുഫിനെ നമുക്ക് കൊന്നുകൊള്ളാമെന്ന് പറയുമ്പോ സ്നേഹമുള്ള മൂതലേറ്റം പറയുകയാ, വേണ്ട വേണ്ട, ഈ യൂസുഫിനെ നമുക്ക് കിണറ്റിലേക്ക് ഇടാം. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, 9 വയസ്സ് പ്രായമാണ് യൂസുഫിന്. 9 വയസ്സ് പ്രായമായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അന്നൊരു പ്രവാചകനല്ല, നുബൂവത്തിന്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ല. ആരാരും കടന്നു വരാത്ത വിശാലമായ കാട്ടിലൂടെ കൊണ്ടുപോവുകയാ. 9 സഹോദരങ്ങൾ കൂടി 9 വയസ്സുള്ള പ്രിയപ്പെട്ട യൂസുഫിനെ കിണറ്റിലേക്ക് ഇടാൻ പോകുമ്പോ ആരാരും കടന്നു വരാത്ത വിശാലമായ വിജനമായ കൊടുങ്കാട്. ആ കാട്ടിന്റെ നടുവിൽ വിശാലമായ പൊട്ടക്കിണറ്റിന്റെ മുമ്പിലേക്ക് മകനായ 9 വയസ്സുകാരനായ യൂസുഫിനെ എടുത്തു വെക്കുകയാ. ആ യൂസുഫിനെ എടുത്തു വെക്കുമ്പോ 9 വയസ്സുകാരനായ യൂസുഫ് നോക്കുമ്പോ താഴേടാ പൊട്ടക്കിണറ്റിലെ സർപ്പങ്ങൾ മുഴുവനും തലവിലെത്തിയാടുകയാ. സഹോദരങ്ങളെങ്ങാനും കൈവിടുന്നയച്ചാ യൂസുഫ് പൊട്ടക്കിണറ്റിലാ. അവിടുത്തെ പാമ്പുകളും തേളുകളും കടിച്ചിരിഞ്ഞ കാത്തു നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കുടുംബത്തിന്റെ കഥ അല്ലാഹു പറഞ്ഞത് ഏതാണ്ട് 60ഓളം ആയത്തുകളിൽ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞത്. അത് വെറുതെ കഥ രസിക്കാനല്ല. ഈ പോരിടത്ത് കെട്ടപ്പെട്ടിട്ടും മക്കളെ വളർത്തുന്ന, ഭാര്യ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്ന ഇരിക്കും നിങ്ങൾക്കും ഒരു വലിയ ഗുണപാഠം പറയാനാ. 9 വയസ്സുള്ള യൂസുഫിനെ കൂത്ത് കൊതിക്കാനാ. താഴോട്ട് നോക്കിയാൽ പൊട്ടക്കിണറാ, വിളിച്ചാൽ ഒരാളെ പോലെ സഹായിക്കാനില്ലാത്ത കൊടുങ്കാടാ. സഹോദരങ്ങളൊന്ന് വിരളയച്ചാ
9 വയസ്സുകാരൻ യൂസുഫ് കിണറ്റിലേക്ക് പോവുകയാ. ആ സമയത്ത് യൂസുഫിനെ പഠിപ്പിച്ചു കൊടുത്തു. യാക്കൂബ് നബി ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, വാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം രക്ഷ ആരുടെ മുമ്പിലാ? പടച്ചറപ്പിന്റെ മുമ്പിലാ. ആരാര് സഹായിക്കാനില്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ രക്ഷിതാവ് റബ്ബാ എന്ന് വാപ്പ 9 വയസ്സുകാരനായ മോനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ആ പൊന്നുമോൻ പൊട്ടക്കിണറ്റില് സഹോദരങ്ങളൊന്ന് വിരളമെത്തിയ അവരൊന്ന് വിരളം നയച്ചാല് കിണറ്റിലേക്കാ. ഓ സമയത്ത് ആകാശത്തേക്ക് വിരളുയർത്തിയിട്ട് കണ്ണുയർത്തിയിട്ട് 9 വയസ്സുകാരനായ യൂസുഫ് വിളിക്കുകയാണ്, യാ വാദിദ കുല്ല മൗജൂദ്, യാ വാദിദ കുല്ല മൗജൂദ്. അല്ലാഹുവേ, ഉടമസ്ഥനെ തമ്പുരാനെ, ഗതികെട്ട് വിളിച്ചാൽ ആ വിളിക്കും മറുപടി കൊടുക്കുന്നവനെ തമ്പുരാനെ, ഞാനിതാ പൊട്ടക്കിണറ്റിലേക്ക് എന്റെ സഹോദരങ്ങൾ എന്നെ എറിയാ പോവുകയാ. നീ അല്ലാതെ എനിക്ക് മറ്റാരുമില്ല അല്ലാ, നീ അല്ലാതെ എനിക്കൊരു താങ്ങില്ല അല്ലാ. ആരാ പറയുന്നതാരാ? 9 വയസ്സുകാരനായ യൂസുഫ. എന്നെ കേൾക്കാനെത്തിയ പോരോടത്തെ പ്രിയപ്പെട്ട പിതാക്കന്മാര്, മാതാക്കന്മാരെ, കൊതിച്ചുകൊള്ളുക. 9ാമത്തെ വയസ്സിൽ ഒരാരുമില്ലാത്ത കാടിന്റെ നടുവിൽ അള്ളാനെ വിളിക്കുന്നൊരു പൊന്നുമോനെ നമുക്ക് കിട്ടുവോ? എന്റെ മകനും 9 വയസ്സ് പ്രായമാ. നിങ്ങളുടെ മക്കളും ആ പ്രായം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാന്ന് വിളിക്കാവുന്ന പാകത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്റെ നഫ്സിനോട് തന്നെ ആദ്യം പറയുകയാ, പൊന്നുമോനെ യൂസുഫ് വിളിക്കുകയാണ്, അല്ലാഹുവേ, 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 നീ അല്ലാതെ എനിക്കൊരു തുണയില്ല റബ്ബേ. 9 വയസ്സുകാരനായ പൊന്നുമോന്റെ കണ്ണുനീരണിഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ പറന്നിറങ്ങുക, യൂസുഫിനെ സംരക്ഷിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അർശിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പറന്നിറങ്ങി. അതേ സമയത്ത് തന്നെ സഹോദരങ്ങളെ കൈയച്ചിട്ട് യൂസുഫിനെ കിണറ്റിലേക്ക് ഇട്ടു. ഇനി പിന്നീട് ജിബ്രീൽ പറയട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഓ സമയത്ത് കിണറിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ ആളുകൾ താഴേക്ക് ഇട്ടു. അർശിന്റെ മുകളിൽ നിന്ന് ഞാനും ഭൂമിയിലേക്ക് പറന്നിറങ്ങി. പക്ഷേ കിണറിന്റെ അടിത്തട്ടിൽ ആദ്യം എത്തിയത് ഞാനാണെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം താഴെ വന്ന ജിബ്രീൽ യൂസുഫിന്റെ കയ്യിൽ താങ്ങിയെടുത്തു. ഫജലസ്തു അല സഖറ, എന്നിട്ടൊരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് ഇരുന്നു. പേടിക്കണ്ട യൂസുഫേ, പേടിക്കണ്ട യൂസുഫേ, പേടിക്കണ്ട യൂസുഫേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9ാമത്തെ വയസ്സിൽ പോലും അള്ളാന്റെ ദർബാറിൽ നിന്ന് ജിബ്രീലിനെ വിളിച്ചിറക്കാൻ അള്ളാഹുവാണ് വലുത്. എനിക്ക് പടച്ചിറപ്പുണ്ടെന്ന് തീരുമാനിക്കാൻ ഒരു കുടുംബത്തിന് കഴിഞ്ഞെങ്കിൽ ആ കഥ പറയാനാണ് സൂറത്ത് യൂസുഫ് അവതരിപ്പിച്ചത്. 8ാമത്തെ വയസ്സായി കഴിയുമ്പോ തങ്ങളുടെ മക്കളെ ചാനലുകളിലേക്ക് പറഞ്ഞു വിടുന്ന, നാളെ ചാനലിന്റെ പ്രതീക്ഷയായി മക്കളെ വളരുന്നതും കാത്തുവരുന്ന എന്റെ പ്രിയരെടുത്ത മുസ്ലിം ഉമ്മ. 9 വയസ്സുകാരനായ യൂസുഫ് അല്ലാഹനെ പഠിച്ചത് എവിടെ നിന്നാ? ഈ ബൈത്തുൻ നുബുവ്വ. 9 വയസ്സുകാരനായ യൂസുഫ് വളർന്നത് നുബുവത്തിന്റെ വീട്ടിലാണ്. ആ വീടാണ് ദാറു യഅ്ഖൂബ്. 9 വയസ്സുകാരനായ മോൻ ആ സമയത്ത് അള്ളാനെ വിളിക്കണമെന്ന് പഠിപ്പിച്ച പാഠശാല ഏതാ? പറ, ഏതാ പാഠശാല? ഏതാ? ദാറുൻ നുബുവ്വ, നുബുവത്തിന്റെ വീട്. ആ വീട് യാക്കൂബ് നബിയുടെ വീട്. അപ്പൊ അള്ളാനെ അറിയുക എന്ന വിഷയത്തിന്റെ പ്രഥമ പാഠശാല നമ്മുടെ വീടായി മാറി. നമ്മുടെ വീട്ടിൽ അള്ളാനെ നമ്മൾ പഠിപ്പിക്കുന്നു ഇല്ല എന്നാണ് നമ്മുടെ പ്രഥമ ചർച്ച. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകട്ടെ. ഈ പച്ച പരിഷ്കാരത്തിന്റെ ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ നമ്മുടെ മക്കളെ എന്തൊക്കെയോ ആക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഇടയിൽ നമ്മുടെ മക്കളെ അള്ളാനെ കുറിച്ച് പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും നമുക്ക് സമയമുണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ദുര്യോഗം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടാ? അതുകൊണ്ട് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. വാപ്പ വെള്ളം അടിക്കും, മോൻ അച്ചാറ് തൊട്ട് കൊടുക്കും. വാപ്പാക്ക് അച്ചാറ് നാക്കി തൊട്ട് കൊടുക്കണത് വാപ്പായും മോനും കൂടെ ഒന്നിച്ച് കള്ളു കുടിക്കുന്നു. എനിക്കറിയാം, അറിയാവുന്നതാണ്, അറിയാത്തത്. എന്താണ് സമൂഹത്തിന്റെ അവസ്ഥ? ഞാൻ വേറെ ഒരു സയൻസോ ടെക്നോളജിയോ ലോകാവസാനം ഒന്നും പറയുന്നില്ല. നമ്മുടെ മക്കള് ഓരോ ആണിനോടും ഓരോ പെണ്ണിനോടും നമ്മുടെ വീട്ടിൽ അള്ളാനെ കുറിച്ചുള്ള ബോധം 9ാമത്തെ വയസ്സിൽ യൂസുഫിനെ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ അതിന്റെ സമ്പത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ദുഃഖത്തിന്റെ കാലത്തേക്ക് പോകും. നമ്മളോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഫിത്നയുടെ കാലഘട്ടമായത്.
നമ്മൾ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ പരീക്ഷണം ഏതാ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം ഏതാ? ക്യാൻസർ ആണോ? ക്യാൻസർ ആണോ? ഹാർട്ട് അറ്റാക്ക് ആണോ? മാറാ രോഗമാണോ? നമ്മൾ പറയില്ലേ, അവൻ അള്ളാഹുടെ വലിയ പരീക്ഷണോ? എന്താ കാര്യം? അവന് ഭയങ്കര കടവാണ്. കടവാണോ വലിയ പരീക്ഷണം? നമ്മൾ പറയും അവക്ക് അള്ളാഹുടെ വലിയ പരീക്ഷണമാണ്. എന്താ കാരണം? അവക്ക് ഭയങ്കര രോഗമാണ്. വീട്ടിൽ എല്ലാവർക്കും രോഗം. ഒരു ഹദീസ് ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക്. ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ പരീക്ഷണം ആ കുടുംബത്തിൽ കടം വരലല്ല, ആ കുടുംബത്തിൽ മാറാ രോഗം വരലല്ല, ആ കുടുംബത്തിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവലാണ്. ഇതെന്തിട്ട് മനുഷ്യന്മാരെങ്ങനെ ഇരിക്കണേ? നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്താന്ന് പറഞ്ഞുതരട്ടെ? പറഞ്ഞാ മാറ്റാവോ? സ്ത്രീകളെ നന്നായിട്ട് കേൾക്കണം. സ്ത്രീകൾ നന്നായിട്ട് പറഞ്ഞുതരട്ടെ. ധാരണകളൊക്കെ ഒന്ന് മാറണം. യഥാർത്ഥത്തിൽ പരീക്ഷണം മാറാ രോഗമല്ല, കടമല്ല. നമ്മുടെ മക്കൾ അള്ളാഹിനെ കുറിച്ച് വളരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇതാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനോട് പറഞ്ഞു, സഹാബ വഇന്നകും മുബ്തലീതും ബിഫിത്നത്തിൽ ളറാ, നിങ്ങൾ വല്ലാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടവരാ. ധാരാളം പരീക്ഷണങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നവരാ. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഒക്കെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായി തങ്ങളെ കുറ്റമെടുത്ത മണൽക്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ നിങ്ങളെ ദീനിനു വേണ്ടി വല്ലാതെ കട്ടപ്പാട് അനുഭവിച്ച് പരീക്ഷിക്കപ്പെട്ടവരാ. നിങ്ങളെ തീച്ചൂളകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം പിച്ച് ചിന്തപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ടിട്ടുണ്ട്. സഹാബ അതിനെല്ലാം നിങ്ങൾ അതിജീവിച്ചവരാ, അതിനെയെല്ലാം നിങ്ങളെ തരണം ചെയ്തവരാ. പക്ഷേ ഇനി സൗഭാഗ്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്ന കാലം വരും സഹാബ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. സൗഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടും, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹാബ. ബദറിന്റെ രണാങ്കണത്തിൽ ആയിരങ്ങളെ ജയിച്ചടക്കിയ, 10,000ങ്ങളുടെ മുമ്പിൽ ഒറ്റക്ക് പോരാടിയ, തീക്കുന്തങ്ങളെയും വാലിക്കുന്തങ്ങളെയും പടവാളുകളെയും നേരിട്ടിട്ട് അതിജയിച്ച സഹാബത്തിനോടാണ് പറയുന്നത്, സഹാബ ബദറിൽ ജനിച്ച, ഹുനൈനിൽ ജയിച്ച, ഹംദക്കിൽ ജയിച്ച, അഹ്സാബിൽ ജയിച്ച സഹാബ, മലകളെ പോലും പർവ്വതങ്ങളോട് ഏറ്റുമുട്ടിയാൽ തകരാത്ത ഹൃദയമുള്ള സഹാബ, നിങ്ങൾക്കിനി അതിജയിക്കാൻ കഴിയാത്തൊരു പരീക്ഷണം വരുന്നുണ്ട്. അതെന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫസൗബതരീതും ബിഫിത്നതി സറാ, നിങ്ങളെല്ലാവരും സൗഭാഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും സഹാബ. ോട് പറഞ്ഞു, സഹാബ വഇന്നകും മുബ്തലീതും ബിഫിത്നതി സറാ, നിങ്ങൾ വല്ലാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടവരാ. ധാരാളം പരീക്ഷണങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നവരാ. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഒക്കെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായി തങ്ങളെ കുറ്റമെടുത്ത മണൽക്കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ നിങ്ങൾ ദീനിനു വേണ്ടി വല്ലാതെ കട്ടപ്പാട് അനുഭവിച്ച് പരീക്ഷിക്കപ്പെട്ടവരാ. നിങ്ങളെ തീച്ചൂളകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം പിച്ച് ചിന്തപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ടിട്ടുണ്ട്. സഹാബ അതിനെല്ലാം നിങ്ങൾ അതിജീവിച്ചവരാ, അതിനെയെല്ലാം നിങ്ങളെ തരണം ചെയ്തവരാ. പക്ഷേ ഫസൗബതരീതും ബിഫിത്നതി സറാ, ഇനി സൗഭാഗ്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടുന്ന കാലം വരും സഹാബ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. സൗഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടും, അതിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹാബ. ബദറിന്റെ രണാങ്കണത്തിൽ ആയിരങ്ങളെ ജയിച്ചടക്കിയ, 10,000ങ്ങളുടെ മുമ്പിൽ ഒറ്റക്ക് പോരാടിയ, തീക്കുന്തങ്ങളെയും വാലിക്കുന്തങ്ങളെയും പടവാളുകളെയും നേരിട്ടിട്ട് അതിജയിച്ച സഹാബത്തിനോടാണ് പറയുന്നത്, സഹാബ ബദറിൽ ജനിച്ച, ഹുനൈനിൽ ജയിച്ച, ഹംദക്കിൽ ജയിച്ച, അഹ്സാബിൽ ജയിച്ച സഹാബ,
മലകളെ പോലും പർവ്വതങ്ങളോട് ഏറ്റുമുട്ടിയാൽ തകരാത്ത ഹൃദയമുള്ള സഹാബാ, നിങ്ങൾക്കിനി അതിജയിക്കാൻ കഴിയാത്തൊരു പരീക്ഷണം വരുന്നുണ്ട്. അതെന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫസൗബതലീതും ബിഫിത്നതി സറാ, നിങ്ങളെല്ലാവരും സൗഭാഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും സഹാബാ. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, നബിയേ വമാ ഫിത്നതു സറാഇയ റസൂലല്ലാഹ്, സൗഭാഗ്യത്തിന്റെ പരീക്ഷണം എന്താണ് നബിയേ? ഈ ഒരിടത്തിന്റെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആരെയും ഞാൻ കുറ്റപ്പെടുത്തി പ്രസംഗിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, സമൃദ്ധിയുടെ പരീക്ഷണം എന്തെന്നറിയുമോ? ഇദാ ലബിസൻ നിസാഉ വസാബത്തുൽ യമൻ, ഇദാ ലബിസൻ നിസാഉ വസാബത്തുൽ യമൻ. തിരുദൂതരെ മാണിക്യപ്പൂവേ, മണിദൂതരെ, മുത്തു മുസ്തഫ, അങ്ങേക്ക് ആയിരം സലാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന റൗളയുടെ ഭിത്തിയിൽ ചാരിയിരുന്നു കൊണ്ട് വരാനിരിക്കുന്ന ഇന്നത്തെ ഗൾഫ് ലോകത്തിന്റെ ദുഷ്പ്രവണതകൾ തന്റെ 6ാം ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്തിയ ലോകത്തിന്റെ തിരുദൂതരെ, മുത്തുനബിയേ, തിരുദൂതരെ, അങ്ങേക്ക് ആയിരം സലാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ വിദേശത്ത് നിന്നുള്ള വസ്തുക്കള് വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാലമെത്തിയാൽ, വിദേശ വസ്തുക്കളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം വരുന്ന കാലമെത്തിയാൽ, അതാണ് ഏറ്റവും വലിയ സമൃദ്ധിയുടെ പരീക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇദാ ലബിസൻ നിസാഉ അസാബത്തുൽ യമൻ, അന്നത്തെ ഗൾഫാണ് യമൻ. യമൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ, മനസ്സിലാവണണ്ട, ഇത് നബി തങ്ങളുടെ ഹദീസാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടോ? യമൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യ. ഇന്ന് സൗദി നമുക്ക് എങ്ങനെയാണോ, ദുബൈ നമുക്ക് എങ്ങനെയാണോ, മസ്കറ്റ് നമുക്ക് എങ്ങനെയാണോ, അങ്ങനെയാണ് അന്ന് യമൻ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഗൾഫിലെ സാധനമല്ലാതെ മറ്റൊന്ന് തികയാതെ വരിക. നാടസാധനം ഒന്നും അവർക്ക് വേണ്ട. തീർന്നില്ല, ഹദീസ് തീർന്നില്ല. അപ്പൊ ഉസ്താദേ, ഇപ്പൊ പെണ്ണുങ്ങൾ ഗൾഫിൽ നിന്ന് സാധനം വേണോന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ നിനക്കാണെങ്കിലോ ഭർത്താവിനാണെങ്കിലോ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി, സാമ്പത്തിക ശേഷി അള്ളാനെ അറിയുക എന്നുള്ളതാണ് വിഷയം തന്നെ. ഞാൻ പറഞ്ഞ ചിന്തിക്ക്, നന്നായിട്ട് നോക്ക്. ഭാര്യയ്ക്ക് വിദേശ വസ്തുക്കളോട്, വില കൂടിയ വസ്തുക്കളോട് ഭയങ്കര ഭ്രമം, അതിരട്ട ഭ്രമം. അത് ആഗ്രഹിക്കാൻ പാടില്ല എന്നൊന്നുമല്ല, അതിരട്ട അത്യാഗ്രഹം. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഇന്നെടുത്തത് നാളെ അവള്, നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭർത്താവിന് ഇത് വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. എന്നാൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ, അവന് സ്വൈര്യമായി ജീവിക്കാൻ ഇത് ചെയ്തേ അപ്പോൾ അവൻ